ശാസ്ത്ര നിലയങ്ങളായിരുന്നു എന്ന് ഞാൻ പറയുന്നത് ഇന്ന് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ കാണുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു വസ്തുത നമ്മളുടെ ശിവദേഹമാണ് ഓരോ ക്ഷേത്രങ്ങൾ. ശവദേഹങ്ങളാക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ രക്ഷസിനെ പ്രതിഷ്ഠിക്കുക, രക്ഷസ് ബ്രാഹ്മണന്റെ അപമൃത്യു വന്ന പ്രേതമാണെന്ന് പറയുക, പത്മം വിട്ട് തിടപ്പള്ളിയിൽ പ്രേതത്തെ ഊട്ടുകയാണെന്ന് പറയുക. ഇതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു സംവിധാനം കൊണ്ട് അച്ഛനും അമ്മയും മരിച്ച ചിതാഭസ്മം കൊണ്ട് ഓരോ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു സംവിധാനം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ അങ്ങ് ഇപ്പൊ ചോദിക്കാനുണ്ട്. അങ്ങ് പറഞ്ഞതനുസരിച്ച് പറയുമ്പോൾ ഈ ക്ഷേത്രങ്ങള് ഇത്തരത്തിൽ ഉള്ളതാണെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ അവിടുത്തെ താന്ത്രിക വിധികൾ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാണെന്ന് എന്നാണ് ഒരു വൈപ്പ്. ആചാര്യന്മാർ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ആ വസ്തുതയെക്കുറിച്ച് അറിവിനെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ ഏത് പ്രമാണത്തിലാണെന്ന് ചോദിക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രമാണം തന്ത്രസമുച്ചയമാണ്. അതിന് പുറകിലേക്ക് ഒരു പ്രമാണം ഇല്ലെന്നാണ് അവർ പറയുന്നത്. ത്രേതായുഗം മുതലാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ തന്ത്രമന്ത്ര യന്ത്രാദികളാൽ ഈ ത്രിഗണങ്ങളെ ആരാധിക്കുന്ന, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വര എന്ന് പറയുന്ന, ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന് പറയുന്ന കണങ്ങളുടെ ആചരണ പദ്ധതികൾ നിലവിൽ വന്നത്. അതായത് കാരണഗണം എന്ന് പറയുന്നത് ദൈവഗണമാണ്, ഇലക്ട്രോണാണ്, അഗ്നിയും ആകാശവും ചേർന്നതാണ്. ന്യൂട്രോൺ എന്ന് പറയുന്ന ജൈവഗണം വായുവാണ്, ഏകഭൂതമാണ്. അത് ജൈവഗണമായിട്ട് ചാർജില്ലാതെ നിൽക്കുന്നതിന് കാരണം വൈഷ്ണവ ശക്തിയാണ്. അപ്പോൾ സത്വഗുണത്താൽ വായുമണ്ഡലത്തെ നവീകരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നതെല്ലാം ഈ സസ്യപ്രകൃതിയാണ്. സസ്യപ്രകൃതിയുടെ പ്ലാന്റാണ് മുഴുവൻ പ്ലാന്റ്. അതിൽ നിന്നിട്ടാണ് ജന്തുലോകം ജനിക്കുന്നത്. അപ്പോൾ അവിടെ സാത്വികി എന്ന് പറയുന്ന ഗുണവുമുണ്ട്, സത്വഗുണവുമുണ്ട് അവിടെ വായുവിൽ. അങ്ങനെയാണ് വായുവിന് സത്വഗുണം ഉണ്ടാകുന്നത്. സാത്വികം എന്ന് പറയുന്ന ഗുണവും സാത്വികി എന്ന് പറയുന്ന ഗുണവും ചേരുമ്പോഴാണ് സത്വഗുണം ഉണ്ടാകുന്നത്. വായുമണ്ഡലത്തിലെ ഗുണം ജന്തുലോകത്തിന് ഈ ചലിക്കുന്നതും അചരമായി നിൽക്കുന്നതുമായിട്ടുള്ള ജീവലോകത്തിൻ്റെ സൃഷ്ടിയാണ് ആ ഗുണം. ആ ഗുണമാണ് വായുമണ്ഡലത്തെ ചാർജില്ലാതെ നിർത്തുന്നത്. അല്ലെങ്കിൽ പല വാതകങ്ങളും വളരെ വലിയ എനർജി ഉള്ളതാണ്, സ്ഫോടനാത്മകവുമാണ്. അപ്പോൾ എങ്ങനെ വായുമണ്ഡലത്തെ ചാർജില്ലാതെ നിർത്തുന്നതോ സത്വഗുണമുള്ളതാക്കി വായുമണ്ഡലത്തെ മാറ്റുന്നതോ അതെല്ലാം മഹാവൈഷ്ണവ ശക്തിയുടെ വൈഭവമാണ്. അതുപോലെ തന്നെ തമോ ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഗുണമാണ്. ഈ മൂന്ന് ത്രിഗുണ വൈഭവത്താൽ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന് പറയുന്ന ഈ മൂന്ന് വൈഭവങ്ങളെയും എങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് അവിടെ ത്രിലോകത്തിലും ജീവനെ നിറയ്ക്കാമെന്നുള്ള ശാസ്ത്രചിന്തയുടെ ഭാഗമായിട്ട് വരുമ്പോഴാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക്. അപ്പോഴാണ് ത്രികാല പൂജകൾ ഇവിടെ നടക്കുന്നത്. ശൈവ വൈഷ്ണവ സംവിധാനത്തിലാണ് ആ പൂജകൾ. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പൂജകൾ. അപ്പോൾ നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ പറയും ഇവിടെ ശിവമന്ത്രം മാത്രമേ പാടുള്ളൂ, ഇവിടെ വൈഷ്ണവ മന്ത്രം മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓം എന്ന് പറയുന്നത് ദൈവഗണത്തിൻ്റെ വൈഭവമാണ്, ബ്രഹ്മശക്തിയാണ്, പ്രണവമന്ത്രമാണ്. ഓം നമശിവായ എന്ന് പറയുന്നത് ശൈവശക്തിക്ക് വേണ്ടി, ശരീരശക്തിക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. ഓം നമോ നാരായണ എന്ന് പറഞ്ഞാൽ മനസ്സിന് വേണ്ടിയിട്ടാണ്. ആത്മാവ്, മനസ്സ്, ശരീരം, ജ്ഞാനയിച്ച ക്രിയാശക്തികളെ ശരിക്കും പറഞ്ഞാൽ ചാർജാക്കുന്ന മൂന്ന് മന്ത്ര സംവിധാനങ്ങളാണ് ഓം നമോ നാരായണായും അതുപോലെ ഓം നമശിവായും. അപ്പോൾ ഈ പഞ്ചാക്ഷരി മന്ത്രമായാലും ഏകാക്ഷര മന്ത്രമായാലും ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ത്രികണ വൈഭവത്താൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം ഈ ത്രികണമായിരിക്കുന്ന ത്രിശൂലിയായിരിക്കുന്ന ശിവന്റെ വൈഭവത്താലാണ്. ഈ ശിവദേഹത്താണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ഈ വൈഷ്ണവ ശക്തിയായാലും ബ്രഹ്മശക്തിയായാലും. അപ്പോൾ ഈ ബ്രഹ്മാവിനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഗാത്രങ്ങളുമാണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. ഇപ്പോൾ ബ്രഹ്മാവിന് ക്ഷേത്രം പണിയാൻ നടക്കുന്നവരുണ്ട്, അവരും കൂടി ഇതറിയണം. വിഷ്ണുവിൻ്റെ ഹരിതലോകത്തിൻ്റെ നാഭിയിൽ നിന്നിട്ടാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്, ബ്രഹ്മശക്തി ഭൂമിയിൽ ജനിക്കുന്നത്. അപ്പോൾ ജീവനുള്ള ചരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അത് ജനിക്കുന്നത് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും സഹസ്രതല പത്മത്തിലാണ് ബ്രഹ്മശക്തി ജനിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവിനെ ജനിപ്പിക്കുന്ന വൈഭവം അത് വൈഷ്ണവത്തിൻ്റെതാണ്. വൈഷ്ണവൻ ജനിക്കുന്ന വൈഭവം ശിവത്വമാണ്. ഈ ബ്രഹ്മാവ് ജനിക്കുന്നു എന്ന് പറയുമ്പം അത് ലോകത്ത് എവിടെയാണ് ജനിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ വരുന്നത്. ബ്രഹ്മാവിന്റെ ജനനം എവിടെ ഉണ്ടായി? ബ്രഹ്മാവിന്റെ ജനനം സത്യലോകത്താണ്. സത്യം എന്താണ്? പരമസത്യമായിരിക്കുന്ന ജലമാണ്. ജലാംശമില്ലെങ്കിൽ ഒരു ബ്രഹ്മശക്തിയും ജനിക്കില്ല, ഒരു ജീവനും ജനിക്കില്ല. മനസ്സിലായോ?
സത്യലോകത്ത് ബ്രഹ്മാവ് ആദ്യമായി ആ ബ്രഹ്മശക്തി ജനിച്ചത് എവിടെയാണ്? അതായത് ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ജീവനാണ്. ആ. ചലിക്കുന്ന ജീവലോകത്തെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഉവ്വ. അതിനപ്പുറത്ത് ബ്രഹ്മം മറ്റൊന്നുണ്ട്, അപരബ്രഹ്മം മറ്റൊന്നുണ്ട്, പരബ്രഹ്മം മറ്റൊന്നുണ്ട്, പരമശിവനുണ്ട്. അതിന്റെ ഏറ്റവും ചെറിയ രൂപമായിരിക്കുന്ന പരമാണുവിൽ നിന്നിട്ടാണ് ഈ ബ്രഹ്മാവ് ജനിക്കുന്നത്. ഉവ്വ. ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയുന്ന പരമാത്മാവാണ് ബ്രഹ്മാവായിട്ട് മാറുന്നത്. അതാണ് സത്യം. അതാണ് സത്യം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റൊരു വാദമുണ്ട്, ഈ ബ്രഹ്മാവാണ് എല്ലാത്തിനും ജന്മം കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അല്ല, എല്ലാത്തിനും ജന്മം കൊടുക്കുന്ന ബ്രഹ്മാവാണ്. ഇവിടെ സൃഷ്ടിയുടെ വൈഭവത്തില് സസ്യലോകത്തിന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ജനിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സസ്യലോകത്തെ പരാഗണം നടത്തി കൊടുക്കുന്നത് ഈ ബ്രഹ്മശക്തിയുള്ള ബ്രഹ്മാവാണ്. ഇതിന് പരാഗണം നടക്കണമല്ലോ. വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളൊന്നുമില്ലാത്ത സസ്യലോകത്തിന് ഒരേ ചെടിയിൽ തന്നെ അണ്ടവും ബീജവും ഉണ്ട്. അവർക്ക് പരാഗണം നടത്തി കൊടുക്കുന്നത് ഈ ബ്രഹ്മശക്തി ആയിരിക്കുന്ന ചലിക്കുന്ന ജീവലോകമാണ്, പരമാത്മ ചൈതന്യമായിരിക്കുന്ന ബ്രഹ്മശക്തിയാണ്. അപ്പോൾ മുഴുവൻ ജീവനും ആരുടേതാണ്? സൃഷ്ടിയുടെ വൈഭവം ആരാണ് ചെയ്യുന്നത്? ബ്രഹ്മാവാണ്. ബന്ധം വരുന്നത്. അപ്പോൾ ബ്രഹ്മശക്തി ചെയ്യുന്നത്, ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടി ചെയ്യുന്നതിൻ്റെ, മഹാബ്രഹ്മ എന്ന് പറയുന്ന സൃഷ്ടി ചെയ്യുന്നതിൻ്റെ വൈഭവം, ചലിക്കുന്ന ജീവലോകം ചെയ്യുന്ന വൈഭവം ജീവനെ കൊടുത്തിട്ട് ജീവനാംശത്തെ വാങ്ങിക്കുകയാണ്. പരമാത്മ ചൈതന്യമായിരിക്കുന്ന ചലിക്കുന്ന ഓക്സിജനാൽ ഓടുന്ന ജീവലോകം ചെയ്യുന്നത്, കാർബൺ ഡയോക്സൈഡിനെ കൊടുത്തിട്ട് ഓക്സിജനെ വാങ്ങിക്കുന്ന ജീവലോകം ചെയ്യുന്നത് ജീവനെ കൊടുത്തിട്ട് ജീവനാംശം വാങ്ങിക്കുകയാണ്. പിതൃസ്ഥാനത്താണ് സസ്യലോകം, പ്ലാന്റ്. അപ്പോൾ ആ പിതൃസ്ഥാനത്ത് നമസ്കാരം. അതെ, ആ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന സസ്യപ്രകൃതിയിൽ നിന്നും നമ്മൾ ജീവനാംശം വാങ്ങിക്കുന്നത് വെറുതെ വാങ്ങിക്കല്ല, ജീവനെ കൊടുത്തിട്ട് ജീവനാംശം വാങ്ങിക്കുകയാണ്. മാതൃസ്ഥാനത്താണ് ജന്തുലോകം. അപ്പോൾ ആ ബ്രഹ്മാവിനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വന്നതിന് മറ്റൊരു കാരണം കൂടി എന്ന് പറഞ്ഞാൽ, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഓരോ ഗാത്രവുമാണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. ആ ബ്രഹ്മഗുണമുള്ളവരായിട്ട് വേണം അവിടെ ചെല്ലാൻ. ബ്രഹ്മഗുണത്തിന് താഴെ ഹൃദയത്തിൽ ആരിയ്ക്കുന്നുണ്ട്? വൈഷ്ണവ ശക്തി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രഗുണമുള്ളവരുടെ പ്രദക്ഷിണമാണ് ക്ഷേത്രത്തിൽ നടക്കേണ്ടത്. അപ്രദക്ഷിണമല്ല നടക്കുന്നത്, പ്രദക്ഷിണമാണ് ക്ഷേത്ര സ്വഭാവം. ആ ദക്ഷിണ ആരോഗ്യമാണ്. അപ്പോൾ അങ്ങനെ ആരോഗ്യ നിലയമായി നിലനിൽക്കുന്ന ക്ഷേത്രത്തിൽ ഈ ത്രിലോകത്തിലും ഈ ത്രിഗുണമുള്ള ത്രികാലമുള്ള ഈ ജീവലോകത്തെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്ര സംവിധാനം. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് ക്ഷേത്രം ആവശ്യമില്ല. ബ്രഹ്മാവിന് ക്ഷേത്രം ആവശ്യമില്ല. ലക്ഷ്മിക്ക് ക്ഷേത്രമില്ല, അറിയോ? ലക്ഷ്മിക്ക് ക്ഷേത്രമില്ല. ലക്ഷ്മി ദേവിക്ക് ക്ഷേത്രമില്ല. ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളാണ് ഓരോ ഗ്രഹങ്ങളും. ഓരോ വീടുകളും ലക്ഷ്മി ഗ്രഹങ്ങളാണ്. തേനീച്ചയുടെ വീട് ലക്ഷ്മി ഗ്രഹമാണ്, ഉറുമ്പിൻ്റെ വീട് ലക്ഷ്മി ഗ്രഹമാണ്. ഏതൊരു വ്യക്തിയുടെ വീടുകളും ലക്ഷ്മി ഗ്രഹങ്ങളാണ്. അത് ആദ്യമായിട്ട് ആ സിസ്റ്റം ചെയ്തു വെച്ചത് ശ്രീരാമചന്ദ്രനാണ്. ഇന്ന് റേഷൻ കാർഡ് സ്ത്രീകളുടെ പേരിൽ കൊടുത്തു എന്ന് പറയുന്നത് പോലെ ഓരോ വീടുകളും ലക്ഷ്മി ഗ്രഹങ്ങളാണ്. സ്ത്രീകൾ ലക്ഷ്മിയാണ്. അപ്പോൾ ഈ ക്ഷേത്ര സങ്കല്പവും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യം, ആ ക്ഷേത്രം സംബന്ധിച്ചവരുടെ പദ്ധതി, പ്ലാൻ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങിപ്പോൾ സംശയ നിവൃത്തി കുറച്ച് വരുത്തി. പക്ഷെ ഇതിന്റെ പൂർണ്ണമായ സംശയ നിവൃത്തി വരുത്തണമെങ്കിൽ ഈ ശ്രീരാമനിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും ഇത് വലിയ സീതയിലേക്ക് പോകേണ്ടി. അതെ, ആദ്യത്തെ ലക്ഷ്മി ആയിരിക്കുന്ന സീതയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ